നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നത്തിൻ്റെ വളരെ രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകളും നീറിപ്പിടിക്കുന്ന അധിനിവേശവും അവകാശ ലംഘനങ്ങളും അടിമത്ത സമാനമായിട്ടുള്ള അടിച്ചമർത്തലും ഇതൊക്കെ നിലനിൽക്കുന്ന ഈ പ്രദേശം എങ്ങനെയാണ് അതിൻ്റെ ചരിത്രം, അതിൻ്റെ നാൾവഴികൾ എന്താണ്, അതിലൊരു ജനതതി വന്നതിൻ്റെ നാൾവഴികൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിശദമായ ചരിത്രത്തിലേക്ക് ഈ സമയത്ത് നമുക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് സവിശേഷമായി അന്വേഷിക്കാവുന്നതാണ്. പക്ഷേ വേദപുസ്തകങ്ങളിലോ വംശാധിഷ്ഠിതമായി ചരിത്രരചന നടത്തുന്നവരുടെ സമീപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളിൽ നിന്നോ അവകാശവാദങ്ങളിൽ നിന്നോ തുടങ്ങുന്നില്ലെങ്കിൽ, വസ്തുനിഷ്ഠമായ ഒരു രീതിയിൽ ചരിത്രത്തെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോത്രങ്ങളായി വസിച്ചിരുന്ന ഫിലിസ്തീനിയരും മറ്റും പല വിധത്തിലുള്ള അവിടെയുള്ള പ്രാങ്കോത്രങ്ങളും താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അവിടെ അസീറിയന്മാരുടെ പടയോട്ടം വരികയും അവർ പിടിച്ചെടുത്ത് അതിനെ അധീനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാബിലോണിയക്കാർ വന്നു, അതിനുശേഷം പേർഷ്യക്കാർ വന്നു, അതിനുശേഷം തുർക്കികളുടെ കൈവശം വരെ പല കൈ മറിഞ്ഞ് എത്തി. അതിനിടയ്ക്ക് കുരിശുയുദ്ധത്തിൻ്റെ കാലത്ത് പാശ്ചാത്യ ക്രിസ്ത്യൻ ചർച്ചുകൾ, പാശ്ചാത്യ ക്രിസ്ത്യൻ രാജാക്കന്മാർ അവർ വിശുദ്ധഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള യുദ്ധം, അതേപോലെ തന്നെ അതിനെതിരായി ഈജിപ്തിലും ഡമാസ്കസിലും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെതിരായി ആ പ്രദേശം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നടന്ന ഇസ്ലാമിക വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ആ പ്രദേശത്തുള്ള രാജാക്കന്മാരും അതുപോലുള്ള സൈന്യാധിപന്മാരും ഒക്കെ നടത്തിയിരുന്ന പ്രത്യാക്രമണങ്ങൾ, ഇത്തരം രീതിയിലായിരുന്നു ആ പ്രദേശത്തിൻ്റെ ഭൂതകാല ചരിത്രം. പക്ഷെ ഭൂതകാല ചരിത്രത്തിൽ വ്യത്യസ്തമായി 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ അതിൻ്റെ ചരിത്രം എന്താണ് എന്ന് പരിശോധിക്കുന്നതിലാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതക്രമം രൂപപ്പെട്ടതിന് ശേഷം, വ്യാവസായിക സംസ്കാരം രൂപപ്പെട്ടതിന് ശേഷം, അങ്ങനെയുള്ള നാഗരിക ജീവിതത്തിൻ്റെ ഏറ്റവും ആധുനികമായ ഘട്ടം, ജനാധിപത്യ വ്യവസ്ഥ, റിപ്പബ്ലിക്കുകൾ, ഇതൊക്കെ രൂപപ്പെടുന്ന കാലത്ത് മോഡേൺ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ആ പ്രദേശം ഉണ്ടായിരുന്നതെന്ന് പരിശോധിക്കുന്നതാണ് കുറേ കൂടി സംഗതമായിട്ടുള്ളത്. അങ്ങനെ പരിശോധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ലോകത്തിലാദ്യം ആരാണ് ഉണ്ടായിരുന്നതെന്ന രീതിയിലുള്ള വളരെ അബദ്ധം പിടിച്ച ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു പോവുകയും അപ്പോൾ വേദപുസ്തകങ്ങളിൽ നിന്നും അതുപോലെ ഗോത്രസ്മൃതികളിൽ നിന്നും വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ഒരു പ്രത്യേക കൃത്രിമ ആശയം പ്രചരിപ്പിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന വളരെ തകരാറ് പിടിച്ച, വളരെ തെറ്റായ, ശത്രുതാപരമായ മനുഷ്യബന്ധങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒരു തർക്കത്തിലേക്ക് പോകും. അത്തരത്തിൽ പോകാതെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ റീസെൻ്റ് ഹിസ്റ്ററി, സമീപസ്ഥ ചരിത്രത്തിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 1830കൾ മുതൽ തുർക്കി സാമ്രാജ്യത്വത്തിനെതിരായി അതിശക്തമായ ഒരു സ്വാതന്ത്ര്യ സമര സമീപനം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായി. തുർക്കി കീഴടക്കി, ഓട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന ഒരു പ്രവിശ്യയായിരുന്നു ഈ പലസ്തീൻ. അപ്പോൾ അവിടെ അന്ന് തുർക്കി സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായി. ആ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അറബ് ജനതയും ദ്രൂസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് ഗോത്രവിഭാഗങ്ങളും സെമറ്റിക് ജൂതന്മാർ അഥവാ ആദ്യകാലം മുതലേ അവിടെ തന്നെ താമസിച്ചു കൊണ്ടിരുന്ന ജൂതവിഭാഗങ്ങളും ക്രിസ്തുമത വിശ്വാസികളും അസീറിയന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണത് പലസ്തീൻ. ആ പ്രദേശത്ത് ഗോൾഡ മേയർ പോലും, പിന്നീട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗോൾഡ മേയർ പോലും പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പലസ്തീൻ പാസ്പോർട്ടാണെന്ന്. അവരത് പറയുന്നത് ഞങ്ങളായിരുന്നു പലസ്തീനികളെന്ന് പറയാനാണ്. അത് വേറൊരു തമാശ. പക്ഷേ അന്ന് പലസ്തീനാണ് നിലനിന്നിരുന്നത്. ആ പലസ്തീൻ പ്രവിശ്യയിലെ ജനങ്ങൾ സമരം ചെയ്തിരുന്നു. ഇതുതന്നെ ലെവാൻറ്റിലുള്ള, ഇന്ന് സിറിയ എന്ന രാജ്യമൊക്കെ ഉള്ള പ്രദേശം, ലെവാൻറ്റിലുള്ള ജനങ്ങളും ഇറാഖ് കുടികൊണ്ടിരുന്ന ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്ന പ്രദേശത്തുള്ളവരും എല്ലാ ഈ ഓട്ടോമൻ തുർക്കിയുടെ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ ദുരിതമനുഭവിച്ചിരുന്ന എല്ലാ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ സമരവാഞ്ഛ ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഈ പറയുന്ന ജനവിഭാഗങ്ങളെല്ലാം ഐക്യപ്പെട്ടുള്ള ഒരു സമരപന്ഥാവിലായിരുന്നു. കാരണം അവരാണ് തുർക്കി സാമ്രാജ്യത്വത്തിൻ്റെ ചൂഷണത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും പ്രതിലോകകരമായ അടിച്ചമർത്തലിൻ്റെയും ഒക്കെ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യേച്ഛ, സ്വതന്ത്ര രാജ്യങ്ങളുണ്ടാകുന്നതിന് വേണ്ടിയുള്ള സോവറിനിറ്റി, പരമാധികാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ജനങ്ങളുടെ താല്പര്യം, ആധുനിക ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരു ജനത എന്ന രീതിയിലുള്ള അവകാശം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു അത്. ആ സമരങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ലോകത്ത് കോളനികൾ വെട്ടിപ്പിടിക്കുന്നതിനും ലോകത്തിന് മേലെ അധീശത്വം ആർക്കാണ് എന്നത് നിശ്ചയിക്കുന്നതിനും വേണ്ടിയുള്ള കിടമത്സരം സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായി ഉയരുകയും അതിൻ്റെ ഫലമായി ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ തന്നെ യുദ്ധത്തിൽ നിങ്ങൾ നമ്മളുടെ കൂടെ ഉറച്ചു നിന്നാൽ, യുദ്ധശേഷം തുർക്കിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും പരമാധികാരവും തരാം എന്നുള്ള തരത്തിൽ ഒരു വ്യാജമായ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ആ പ്രദേശത്തുള്ള മനുഷ്യരെ മുഴുവൻ തങ്ങളുടെ യുദ്ധ പ്രോജക്റ്റിനകത്ത്, ഫസ്റ്റ് വേൾഡ് വാറിന് ഒന്നാം ലോക യുദ്ധത്തിനകത്തുള്ള യുദ്ധ പ്രക്രിയയ്ക്കകത്തേക്ക് ആനയിച്ചത്. നമുക്കറിയാം, ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട സൈനിക ധിഷണകൾ എന്ന് പറയാവുന്ന രീതിയിൽ, ദൈക്ഷണികരായ സൈനിക നേതാക്കന്മാർ എന്ന രീതിയിൽ പറയപ്പെടുന്ന വളരെ കുറച്ച് ജനറൽമാരിൽ ഒരാളാണ് ലോറൻസ് ഓഫ് അറേബ്യ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു സൈനിക മേധാവിയായിരുന്നു. ഏഷ്യയിലെ, വെസ്റ്റ് ഏഷ്യയിലെ, പശ്ചിമേഷ്യയിലെ തുർക്കി സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള സമരത്തിന് മുഴുവൻ അറബ് വിഭാഗങ്ങളെയും ജൂതന്മാരെയും എല്ലാം ഐക്യപ്പെടുത്തിക്കൊണ്ട് ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അണിനിരത്തുകയും അങ്ങനെ തുർക്കിക്കെതിരായിട്ടുള്ള സമരം നയിക്കുകയും ചെയ്ത വളരെ യുദ്ധനിപുണന്മാരിൽ ധിഷണാശാലിയായ യുദ്ധനിപുണൻ, കൗശലമുള്ള വാർ ടാക്ടിക്സ്, യുദ്ധ അടവുകൾ പ്രയോഗിക്കാൻ കഴിയുന്നവനെന്നാണ് ലോറൻസ് ഓഫ് അറേബ്യയെക്കുറിച്ച് പറയുന്നത്. അപ്പം അന്ന് കാലത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ്, ഫ്രഞ്ച് ഇമ്പീരിയലിസ്റ്റ് പോളിസി, അവർ സാമ്രാജ്യത്വ ശക്തികളുടെ നയം എന്തായിരുന്നുവെങ്കിൽ ഈ വ്യാമോഹം നൽകിക്കൊണ്ട് ഈ ഇത്രയും വിഭാഗങ്ങളെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിക്കെതിരെ അണിനിരത്തുക എന്നായിരുന്നു. അതിലവരൊറ്റക്ക് വിജയിക്കുകയും ചെയ്തു. കാരണം അത്രമേൽ സ്വാതന്ത്ര്യവാഞ്ച, അത്രമേൽ തുർക്കിക്കെതിരായിട്ടുള്ള സമരം ചെയ്ത അവസ്ഥ, അല്ലെങ്കിൽ ആ സമരതീക്ഷ്ണമായ ബോധം വളർന്നു വന്നിരുന്നു. അതിൽ ജൂതന്മാരെന്നോ അറബികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായിരുന്നു. അത്തരം ഒരു കാലഘട്ടത്തിന് ശേഷമാണ് നാം കാണുന്നത് 1897 തൊട്ട് ഉണ്ടായ സിയോണിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സയണിസം എന്ന് പറയുന്ന ഒരാശയം. സയണിലേക്ക് നാം തിരിച്ചു പോകണം, നമുക്കൊരു വിശുദ്ധ രാജ്യം വേണം എന്ന് പറയുന്ന ഒരാശയം ജൂതമതത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര സ്വഭാവത്തോടു കൂടി രൂപീകരിക്കപ്പെടുന്നത് കാണുന്നത്. അത് ഒറിജിനലി അങ്ങനെ രൂപീകരിക്കപ്പെടുന്നതിനുണ്ടായ സാമൂഹ്യ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, മധ്യ യൂറോപ്പ് എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ ജർമ്മനി, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു കിഴക്കൻ ഭാഗവും അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ സെൻട്രൽ ഈസ്റ്റേൺ ഭാഗം, യൂറോപ്പിൻ്റെ മധ്യപൂർവ്വ ഭാഗങ്ങളിലെല്ലാം തന്നെ അതിശക്തമായി ജൂതവിരുദ്ധ വികാരം ആളിക്കത്തിയിരുന്നു. അതിന് കാരണം രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കുരിശുയുദ്ധങ്ങളുടെ കാലഘട്ടം തൊട്ടേ വലിയ തോതിൽ ജൂതന്മാർ ഈ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോവുകയും പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു പോയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ജൂതന്മാർ അതത് രാജ്യങ്ങളിൽ അധിവസിച്ച് അവിടെ പലതരത്തിലുള്ള കച്ചവടവും ബാങ്കിങ്ങും നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ധനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യവഹാരങ്ങൾ, അതുപോലുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളാണ് അവർ ചെയ്തിരുന്നത്. ഭൂമി വാങ്ങി അവിടെ ഒരു സെറ്റിൽഡ് ജനതയാകാൻ അവർ പരിശ്രമിച്ചിരുന്നില്ല. അതിന് പല രാജ്യങ്ങളിലും അവർ ചെന്ന സ്ഥലങ്ങളിൽ അഭയാർത്ഥികളെ പോലുള്ള നില തുടർന്നു പോകുന്നതുകൊണ്ട് അവിടെ അത്തരത്തിലുള്ള ഒരു എംബഡഡ്, അവിടെ ലയിച്ച ഒരു ജനതയായി മാറിത്തീരുന്നതിന് അവർക്ക് പേടിയും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയും ഒക്കെ കാരണമായിരിക്കാം. അല്ലെങ്കിൽ അവിടെ ജൈവികമായി വേരുകളില്ലാത്തതുകൊണ്ടും കൂടിയാകാം. അത്തരത്തിൽ ജനാഗമ മാർഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിലനിൽപ്പ് ഈ രാജ്യങ്ങളിലെല്ലാം ജൂതന്മാർക്കുണ്ടായി. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഓരോ സാമ്പത്തിക പ്രതിസന്ധിയുടെ സൈക്കിളുകൾ അഥവാ ആവർത്തനക്രമങ്ങളിലും ധനം കയ്യിലുള്ളവരും ധനം കേന്ദ്രീകരിച്ചവരും എന്ന രീതിയിൽ ഇവരോടുള്ള സാമൂഹ്യമായ അകൽച്ച മറ്റു വിഭാഗങ്ങൾക്ക് ഉണ്ടായി. അതേപോലെ പ്രത്യേക നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള വിഭാഗങ്ങൾ,
ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് വളർന്നു വന്നുകൊണ്ടിരുന്ന സമൂഹത്തിനകത്തെ ധനാഢ്യരായും അതിനുശേഷം പിന്നീട് മൂലധന മുതലീട് അല്ലെങ്കിൽ മൂലധന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് കഴിവുള്ള വിഭാഗങ്ങളും വളർന്നു വന്നപ്പോൾ ഈ സ്പർദ്ധ ശക്തമായി. ഇതിനനുസരിച്ച് രാജ്യങ്ങൾക്കകത്ത് ജൂതന്മാർക്കെതിരെ നടന്നു വന്നിരുന്ന അതിശക്തമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പോഗ്രോം. ഈ പോഗ്രോം നടപ്പിലാക്കപ്പെട്ടിരുന്ന ഈ രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള അനാഥത്വവും ഭയവും അതുപോലെ പാലായന സമാനമായിട്ടുള്ള അവസ്ഥ, ഏത് നിമിഷവും രാജ്യം വിട്ടു പോകേണ്ടി വരുമെന്നുള്ള അവസ്ഥയും ശക്തിപ്പെട്ടു വന്നു. ജനാധിപത്യ വ്യവസ്ഥ ഈ പ്രദേശങ്ങളിൽ ഉള്ള രാജ്യങ്ങളിൽ വളരെ കുറവുമായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഒരുതരം ബ്രദർഹുഡ് അവസ്ഥ, സാഹോദര്യ സംഘാവസ്ഥകൾ, ലവേഴ്സ് ഓഫ് സിയോൺ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പല സംഘടനകൾ ഉണ്ടാവുകയും സയണിസം എന്ന് പറയുന്ന നമുക്കൊരു വിശുദ്ധ രാജ്യം വേണം എന്നുള്ള നിലപാടിൽ സയണിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം പതുക്കെ രൂപം കൊള്ളുകയും ചെയ്തു. അന്ന് സയണിസം എന്ന് പറയാനായിട്ട് കാരണം സിയോൺ അഥവാ വിശുദ്ധ കുന്ന്, ഹോളി മൗണ്ട് എന്നുള്ള ഒരു മതപരമായ ഓർമ്മയും നാം മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സംജ്ഞയും രാഷ്ട്രീയ സംജ്ഞയും ചേർന്നാണ് സയണിസം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. എന്താണ് സിയോൺ, എന്താണ് വിശുദ്ധ പീഠം അല്ലെങ്കിൽ വിശുദ്ധ കുന്ന് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിന് കാരണം? ജൂതമതത്തിൽ തന്നെ നമുക്ക് കാണാവുന്നത് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മൊസൈക്ക് നിയമങ്ങൾ, മോശയുടെ നിയമങ്ങളനുസരിച്ച് ജീവിച്ചിരുന്ന ജൂതന്മാർ ഗോത്ര സമൂഹം എന്നതിൽ നിന്ന് മാറി പതുക്കെ റബ്ബിനിക്കൽ ജൂഡയിസം അഥവാ പൗരോഹിത്യ ജൂതമതം എന്ന രീതിയിൽ വളരുകയും പിന്നീട് ദാവീദ് രാജാവിൻ്റെ കീഴിലുള്ള ഒരു രാജ്യമുണ്ടായി. ആ രാജ്യത്തിനകത്ത് നമുക്ക് അഭിവൃദ്ധികരമായ ഒരു അവസ്ഥയുണ്ടായി. ജബുസൈറ്റുകളുടെ കീഴിലുണ്ടായിരുന്ന ടെമ്പിൾ ജൂത വിഭാഗത്തിന് വേണ്ടി പിടിച്ചെടുത്തു ദാവീദ് രാജാവ്. അങ്ങനെ ജബുസൈറ്റുകളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രദേശം പിടിച്ചെടുത്ത് അദ്ദേഹം സ്ഥാപിച്ച നഗരത്തിൻ്റെ പേരാണ് ജെറുസലേം. അപ്പോൾ അധിനിവേശിച്ച് തങ്ങളുടേതാക്കി കൂട്ടിച്ചേർത്ത് പുതുക്കിപ്പണിത് വികസിപ്പിച്ചെടുത്ത ഒന്നായി ജെറുസലേം മാറുന്നു. ഇങ്ങനെ പല നഗരങ്ങളും ലോകത്തുണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഡൽഹി രൂപം കൊണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പണ്ട് ഡൽഹി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾ കാണുന്ന ഡൽഹി അങ്ങനെ ഒരു ഗൗരവമുള്ള നഗരമായിരുന്നില്ല. സുൽത്താനേറ്റും അത് കഴിഞ്ഞ് മുഗൾ രാജ്യവും മുഗൾ സാമ്രാജ്യവും ഒക്കെ വരുമ്പോഴാണ് ഡൽഹി എന്ന് പറയുന്നത് ഒരു വലിയ നഗരമായി രൂപം കൊള്ളുന്നത്. ഇതുപോലെ പല നഗരങ്ങളും നമ്മുടെ അയൽപക്കത്തുള്ള തമിഴ്നാട്ടിലെ ചെന്നൈ എന്ന് പറയുന്ന മദ്രാസ് എന്ന് വിളിച്ചത് ചെന്നൈ എന്ന് പിന്നീട് വിളിച്ച നഗരം അത് വളർന്നു വന്നത് വളരെ അടുത്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ നഗരങ്ങൾ രൂപം കൊള്ളുന്നതും രാഷ്ട്രങ്ങളുടെ കേന്ദ്രങ്ങളായ നഗരങ്ങൾ മാറുന്നതും ആ നഗരങ്ങൾ വളർന്നു വരുന്നതും ഒന്നും തന്നെ ഏതെങ്കിലും വിശുദ്ധ പുസ്തകത്തിലെ വാഗ്ദാനങ്ങൾക്കനുസരിച്ചുണ്ടാകുന്നതല്ല. അങ്ങനൊരു വാഗ്ദാനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നഗരത്തെപ്പറ്റി അങ്ങനെ ഒരു തിയോക്രാറ്റിക്കലി രൂപം കൊണ്ടൊരു നഗരം എന്നുള്ള രീതിയിൽ ബൈബിളിലോ അല്ലെങ്കിൽ യഹൂദർ വിശ്വസിക്കുന്ന തോറയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലോ നോക്കിയാൽ കാണാനും ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് പ്രായോഗികമായി ജൂതന്മാരുടെ വളരെ വിശുദ്ധമായ ദേവാലയം ജെറുസലേം ദേവാലയമാണെന്നും ജെറുസലേമാണ് വിശുദ്ധ നഗരമെന്നും ഉള്ള രീതിയിലേക്ക് വളർന്നു വന്നു. ആ ബോധം ഇന്നും സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ജെറുസലേമിലെ ഉയർന്ന കുന്ന് അതാണ് സിയോൺ. ആ സിയോണിലേക്ക് തിരിച്ചു വരിക എന്ന ഒരു കാഴ്ചപ്പാട് ഒരു രാഷ്ട്രീയ ഒരു റിലീജിയസ് പൊളിറ്റിക്കൽ കാഴ്ചപ്പാടായി, ഒരു തിയോക്രാറ്റിക് പൊളിറ്റിക്കൽ കാഴ്ചപ്പാടായി വരുന്നത്, മതാത്മക രാഷ്ട്രീയ കാഴ്ചപ്പാടായിട്ട് തിരിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ ജൂതമതത്തിനകത്ത് തന്നെ വിശ്വസിക്കുന്ന പലരും പല വിഭാഗങ്ങളുടെയും നിലപാട് ഇത്തരത്തിൽ സിയോണിലേക്ക് തിരിച്ചു വരിക എന്ന ഒരു സമീപനം പാടില്ല. അത് രക്ഷകൻ വന്ന് ലോകത്തെ മുഴുവൻ തന്നെ രക്ഷിക്കുന്ന സന്ദർഭം വരെ അതിനെ നമ്മൾ എവിടെയൊക്കെയാണോ പലായനം ചെയ്തോ യാത്ര ചെയ്തോ എത്തിച്ചേർന്നിട്ടുള്ളത് അതത് സമൂഹങ്ങളിൽ നമ്മളുടെ വിശ്വാസ സംഹിതകളെ സംരക്ഷിച്ച് കൽപ്പനകളെ പാലിച്ച് നമ്മളുടെ മതപരമായ ആചാരങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് നാം ജീവിച്ചു പോവുകയാണ് വേണ്ടത്. സിയോണിലേക്ക് തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ സയനിസ്റ്റുകൾ ചെയ്ത ഭൂമി പിടിച്ചെടുക്കുന്നതും ജനങ്ങളെ പുറത്താക്കുന്നതും ആ പ്രദേശങ്ങളിൽ വേറെ നഗരങ്ങൾ സ്ഥാപിക്കുന്നതും
ഉദാഹരണത്തിന് യാഫ എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നീട് വന്നതാണ് ടെല്ലവീവ്. ഇസ്രായേലിൽ ടെല്ലവീവ് എന്ന് പറയുന്നത് പുതിയൊരു നഗരമാണ്. മുമ്പ് പലസ്തീനിൽ അത്തരം ഒരു നഗരം ഉണ്ടായിരുന്നില്ല. അതിന് പകരം അവിടെ വേറെ പേരിലുള്ള നഗരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ പലസ്തീനിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഭൂമി പിടിച്ചുപറിച്ചും ആളുകളെ കൊന്നൊതുക്കിയും ഒക്കെ തന്നെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. യഹൂദരിൽ തന്നെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് ഇത് കൊല്ലരുത്, മോഷ്ടിക്കരുത് തുടങ്ങിയ കൽപ്പനകളുടെ ലംഘനമാണ്, ഇത് ഒരു കാരണവശാലും അന്ത്യന്യായ വിധിനാളിൽ പൊറുക്കപ്പെടുകയില്ല. അതുകൊണ്ട് സയണിസം എന്ന് പറയുന്നത് ജൂതമതമല്ല എന്ന് വാദിക്കുകയും അങ്ങനെ പലസ്തീനിൻ്റെ കൊടി തങ്ങളുടെ വീടിന് മുകളിൽ കെട്ടിവെച്ച് പലസ്തീനിയായ സഹോദരൻ്റെ മോഷ്ടിച്ചെടുത്ത വീട് തിരിച്ചു കൊടുക്കൂ എന്ന് പറയുന്ന, വളരെ മൗലികമായി ജൂതമതത്തിൽ വിശ്വസിക്കുന്ന, വളരെ കൃത്യമായി ജൂതമത ആശയങ്ങളിൽ അനുസരിച്ച് ജീവിക്കുന്ന ദൈവവിശ്വാസികളായ ജൂതന്മാരുടെ ഒരു ശ്രേണി തന്നെയുണ്ട്. അവർ സയണിസത്തെ അംഗീകരിക്കുന്നില്ല. സയണിസം ജൂതമതമല്ല എന്നാണ് അവരുടെ നിലപാട്. അപ്പം ഞാൻ പറയുന്നത്, ഈ രീതിയിൽ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണെന്ന് കാണാൻ കഴിയും. ഇതൊരു മതപരമായി പുസ്തകത്തിൽ പറഞ്ഞ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് രണ്ടാമത് അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ ലോകജനാഭിപ്രായ പ്രകാരം ഞങ്ങൾ രണ്ടാമത് വന്ന് താമസിച്ചതാണ്, അതിനെതിരായി ആയുധമെടുത്ത് പോരാടിയതുകൊണ്ട് ഞങ്ങൾ അതിനെതിരെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥരായി മാറിയതാണ് എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ്, ആ തരത്തിലുള്ള ഒരു ആഖ്യാനം നമുക്ക് ജൂതമത വിശ്വാസികളിൽ തന്നെ നമുക്കത് വിശ്വസിപ്പിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ച് അത് ശരിയല്ലെന്നും അത്തരത്തിൽ ജൂതമതം ആവശ്യപ്പെടുന്നില്ല എന്നും സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് ആവശ്യപ്പെടുന്നതെന്നും മോഷ്ടിച്ചെടുത്ത ഭൂമി തിരിച്ചു കൊടുത്തുകൊണ്ട് പൂർണ്ണമായും ഇസ്രായേൽ എന്ന ഒരു കപടരാജ്യം ഒഴിവാക്കുകയാണ് വേണ്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്കെന്താ മനസ്സിലാകുന്നത്? മുതലാളിത്തം ഉയർന്നു വരികയും ആധുനിക ലോകക്രമം വരികയും അതിനനുസരിച്ച് വ്യവഹാരങ്ങൾ മാറുകയും വ്യാവസായിക വിപ്ലവം ഓരോ രാജ്യത്തും വർഗശ്രേണികളിൽ വ്യത്യാസം വരുത്തുകയൊക്കെ ചെയ്തു. ധനികൻ ദരിദ്രൻ എന്ന സ്ഥലത്ത് നിന്ന് മാറി ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു താല്പര്യം ഉയർന്നു വന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായി ബാങ്കിങ്ങും വ്യാപാരവും, ബാങ്കിങ്ങും ട്രേഡും അതുമായി ബന്ധപ്പെട്ട ഒന്നായി മാറി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ, താല്പര്യ വിഭാഗങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവർ മതത്തിൻ്റെ പേരിൽ അതിനെ പുനർവാർത്തുണ്ടാക്കുന്ന ഒരാശയമാണ്, അഥവാ കൃത്രിമ സൃഷ്ടിയായി ഉണ്ടാക്കുന്ന ഒരാശയമാണ് മതത്തിൻ്റെ നിറം കൊടുത്തുകൊണ്ട് മതരാഷ്ട്ര സങ്കല്പം. ആ മതരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഒന്നാം തരം ഉദാഹരണമായിരുന്നു അതൊരു ഗോത്ര മതരാഷ്ട്ര സങ്കല്പം. അതൊരു ജിയോഗ്രഫിക്കൽ സ്പെസിഫിസിറ്റി, അതായത് ഒരു സ്ഥാനീയ പ്രത്യേകത കൂടി അതിന് കൽപ്പിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനീയ പ്രത്യേകത ഉണ്ടായിരുന്നില്ല. നമ്മൾക്കൊരു രാജ്യം വേണം, അത് ഉഗാണ്ടയിലാവാം, അത് ആഫ്രിക്കയിലെ മറ്റ് പ്രദേശങ്ങൾ കാശ് കൊടുത്തു വാങ്ങി അവിടെയാവാം. അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ വേറെ പരിശോധിച്ച് നോക്കുകയും ആ പ്രദേശങ്ങളിൽ പോയി നോക്കുകയും ഒക്കെ ചെയ്തു ഈ സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ തന്നെ. അങ്ങനെ ഇരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നത്? ഒന്നും രണ്ടും ലോകമഹായുധങ്ങൾക്കിടയ്ക്ക് ഇത് പലസ്തീനിലെ സ്ഥലം തന്നെ നമുക്ക് കൈവശപ്പെടുത്താമെന്ന രീതിയിലേക്ക് മാറുന്നത്. അത്തരത്തിൽ മാറുന്നത് ഒരു യാദൃച്ഛികതയായിരുന്നില്ല. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്കിടയ്ക്ക് ലോകത്ത് കൽക്കരിയിൽ നിന്ന് എണ്ണയിലേക്ക്, അഥവാ പെട്രോളിയത്തിലേക്ക് ഇന്ധനയുഗം മാറുന്നു. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ നാം ഓട്ടോമൊബൈലുകളിലേക്ക് പോകുന്നു. അതായത് തീവണ്ടിയിൽ നിന്നും സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മില്ലുകളിൽ നിന്നും സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കപ്പലുകളിൽ നിന്നും മാറുന്നു. തീവണ്ടിയിലായാലും മില്ലിലായാലും കപ്പലുകളിലായാലും സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രസാമഗ്രികളെ ഒക്കെ തന്നെ ചലിപ്പിക്കുന്നത് കൽക്കരിയായിരുന്നു. അതുകൊണ്ട് കൽക്കരി അന്ന് സ്വർണത്തിന് തുല്യമായിരുന്നു. അഥവാ കൽക്കരി എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാം. കരിയിലിൻ്റെ മറ്റൊരു രൂപമാണ് വജ്രം. അപ്പോൾ ഇന്ത്യയിലെ കോഹിനൂരായിരുന്നില്ല, ബീഹാറിൽ നിന്നുള്ള കൽക്കരിയായിരുന്നു വിക്ടോറിയ രാജ്ഞിയുടെ കിരീടത്തിൽ തിളങ്ങിയിരുന്ന രത്നം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കോഹിനൂറിനേക്കാൾ ബീഹാറിൽ നിന്ന് ലണ്ടനിലെത്തിയിരുന്ന കൽക്കരി. അപ്പോൾ ഈ കൽക്കരിയുടെ ഒരു സാമ്രാജ്യമാണ് ബ്രിട്ടാനിയ അഥവാ ബ്രിട്ടീഷ് സാമ്രാജ്യം. ആ സ്ഥിതി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം മാറുകയാണ്. എങ്ങനെ? മധ്യപൂർവ്വ ദേശത്ത്
വെസ്റ്റ് ഏഷ്യൻ ദേശത്ത്, പശ്ചിമ ഏഷ്യയുടെ ദേശത്ത്, മധ്യപൂർവ്വം എന്ന് പറയുന്നത് അത് ആ പ്രദേശം തന്നെ, ആ ദേശത്ത് ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ എണ്ണ പരിവേഷണം നടത്തുകയും ബ്രിട്ടൻ എണ്ണ കണ്ടെത്തുകയും ചെയ്യുന്നു. എണ്ണ കണ്ടെത്തിയതോടുകൂടി കൽക്കരിയിൽ നിന്ന് പതുക്കെ ഇന്ധനയുഗം ഓയിലിലേക്ക്, ക്രൂഡ് ഓയിലിലേക്ക്, പെട്രോളിയത്തിലേക്ക് മാറുന്നു. പെട്രോളിയത്തിലേക്ക് മാറുന്നത് ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. കൽക്കരി ലോകത്തെ പല സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഓയിൽ വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രം കണ്ടെത്തുന്ന ഒരു സംഗതിയായി മാറിത്തീർന്നു. ഈ ഓയിൽ കണ്ടെത്തുന്ന പ്രദേശമാകട്ടെ, വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പ്രദേശമാകട്ടെ, ഒരു അതിർത്തി അതിൻ്റെ മെഡിറ്ററേനിയൻ കടലാണ്, മറ്റൊരു പ്രദേശം അതിൻ്റെ അറബിക്കടലാണ്. അപ്പോൾ ഈ നാവിക പ്രദേശങ്ങളെല്ലാം തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് നിർത്തണം. ഏറ്റവും വിഷമം പിടിച്ചത് മധ്യധരണ്യാഴിയെ നിയന്ത്രണത്തിൽ നിർത്താനാണ്. മധ്യധരണ്യാഴിയെ നിയന്ത്രണത്തിൽ നിർത്തണമെങ്കിൽ അതിനടുത്തുള്ള തുറമുഖങ്ങൾ, അതിന് മധ്യധരണ്യാഴിയും കരിങ്കടലുമായി ബന്ധിപ്പിക്കുന്ന സ്ട്രെയിറ്റ് അഥവാ കടലിടുക്ക്, അതിന് ചുറ്റുമുള്ള തുറമുഖങ്ങൾ, ഇതെല്ലാം തന്നെ ഈ എണ്ണ പരിവേഷണം നടത്തിയ പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്ക് അനുഗുണമായ രീതിയിൽ ശാക്തിക ബന്ധത്തിനുള്ളിലാക്കണം. അതിനുള്ളൊരു ബുദ്ധിമുട്ട് തുർക്കി സാമ്രാജ്യമാണ്. തുർക്കി സാമ്രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ അതിനെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള താല്പര്യത്തിലേക്ക് തിരിയുന്നു. സ്വാഭാവികമായി മധ്യധരണ്യാഴിയിൽ നിന്ന് കരിങ്കടലിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടം പോലെ നിൽക്കുന്ന ദാർദനൽ കടലെടുക്കും, ബോസ്ഫോറസ് കടലെടുക്കും. അത് രണ്ടും കസ്റ്റഡിയിലാക്കാതെ, അങ്ങനെ ഏഷ്യയും യൂറോപ്പും കണ്ടുമുട്ടുന്ന ഇസ്താൻബുൾ എന്നത് നിയന്ത്രണത്തിൽ നിർത്താതെ സ്വസ്ഥമായി സൂയസ് കനാലും പോർട്ട് സെയ്ദും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല എന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം തന്നെ 1915 ഗലിപ്പൊളി യുദ്ധമായിരുന്നു. ഈ ഗലിപ്പൊളി യുദ്ധത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നീ സാമ്രാജ്യത്വ ശക്തികൾ ഒരുമിച്ച് തുർക്കിക്കെതിരായി നടത്തിയ യുദ്ധമായിരുന്നു. വളരെ നിരാശാജനകമായിരുന്നു ഫലം. അറ്റാതുർക്ക് കെമാൽ പാഷയുടെ നേതൃത്വത്തിലുള്ള തുർക്കി സൈന്യം ഗലിപ്പൊളിയിൽ ബ്രിട്ടനെയും ഫ്രാൻസിനെയും റഷ്യയെയും പരാജയപ്പെടുത്തി ആ യുദ്ധത്തിൽ അവർ വിജയിച്ചു. ഒരു സാമ്രാജ്യത്വ യുദ്ധത്തിലെ വിജയം എങ്ങനെയാണ് പിന്നീടുള്ള ഗതിചരിത്രം മാറ്റുന്നതെന്ന് അത്ഭുതം തോന്നിക്കുമാറുള്ള സംഭവമായിരുന്നു അത്. ഗാലിപ്പൊളി കയ്യിൽ നിന്ന് പോയതോടുകൂടി, അത് തുർക്കിയുടെ കസ്റ്റഡിയിലായതോടുകൂടി റഷ്യൻ സാമ്രാജ്യത്വത്തിനെ സഹായിക്കാൻ ബ്രിട്ടീഷ് നാവികസേനയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കോ കഴിയാതിരുന്നത് കൂടിയാണ് 1917 ഒക്ടോബർ വിപ്ലവത്തെ അടിച്ചമർത്തുന്നതിനുള്ള സാമ്രാജ്യത്വ പ്രതിവിപ്ലവ പദ്ധതിക്ക് ആ പ്രദേശങ്ങളിലൂടെ ഒരു ചുറ്റിവളയലിന് വലിയ രീതിയിലുള്ള സാധ്യത പെട്ടെന്നുണ്ടാകാതിരുന്നത്. ഇനി അതേപോലെ തന്നെ നാം പരിശോധിച്ചാൽ ഗാലിപ്പൊളി യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഗാലിപ്പൊളി യുദ്ധത്തിൽ വിജിഗീഷുവായ അറ്റാതുർക്ക് കമാൽ, അദ്ദേഹത്തിൻ്റെ പാഷ എന്ന് പറയുന്ന ടൈറ്റിൽ പിന്നെ ഉപേക്ഷിക്കുകയാണ്. അറ്റാതുർക്ക് കമാൽ എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും തങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു പ്രൊഫഷണൽ ഗവൺമെൻറ് വഴി സ്വതന്ത്രമായൊരു അസ്തിത്വം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മൂവ്മെൻറ്റ് ഉയർത്തിക്കൊണ്ടുവരികയും സുൽത്താനേറ്റ് അവസാനിപ്പിക്കുകയും ആധുനിക റിപ്പബ്ലിക്ക് ഉണ്ടാക്കുന്നതിന്, സെക്കുലർ ആധുനിക റിപ്പബ്ലിക് ഉണ്ടാക്കുന്നതിനുള്ള മൂവ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്യുന്നു. അതിനടിച്ചമർത്താനായി ശ്രമിച്ച സാമ്രാജ്യത്വ സൈന്യങ്ങളെ പരാജയപ്പെടുന്നു. ഇതുമായി എന്താണ് ഇസ്രായേലും പലസ്തീൻ പ്രശ്നത്തിനുള്ള ബന്ധമെന്ന് ആലോചിച്ചേക്കാം. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. സാമ്രാജ്യത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി അറ്റാതുർക്ക് കമാലിൻ്റെ നേതൃത്വത്തിൽ ഒരു രാജ്യം വളർന്നു വരും. 1915 ഗലിപ്പൊളി യുദ്ധത്തിന് ശേഷം 1917 ഒക്ടോബർ വിപ്ലവം നടക്കുകയും സോവിയറ്റ് റഷ്യ നിലവിൽ വരികയും ചെയ്തു. അതായത് സോവിയറ്റ് റഷ്യ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടായി എന്ന് മാത്രമല്ല, അത് കരിങ്കടലിലെ സൈനിക പ്രസൻസ് റഷ്യൻ സാമ്രാജ്യത്വം എന്നുള്ള സ്ഥിതിയിൽ നിന്ന് മാറി സോവിയറ്റ് യൂണിയൻ്റേതായി മാറി. സ്വാഭാവികമായി മധ്യധരണ്യാഴിയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശം മുഴുവൻ തന്നെ ഫ്രാൻസിനോ ബ്രിട്ടനോ അതുപോലുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കോ അപ്രാപ്യമാണെന്ന് മാത്രമല്ല, അവിടെ നിന്ന്
ഏത് സന്ദർഭത്തിലും ഒരു ബെല്ലിജറൻ്റായ ഒരു വിരുദ്ധമായ ഒരു നീക്കം വന്നേക്കാമെന്നും സാമ്രാജ്യത്വ ശക്തികൾ മനസ്സിലാക്കുന്ന സ്ഥിതിയായി. അത് സൂയസ് കനാലിലൂടെയുള്ള എണ്ണയുടെ മൂവ്മെൻറ്റ്, അതായത് പെട്രോളിയം മധ്യധരണ്യാഴിയിലൂടെ യൂറോപ്പിലേക്ക് പോകുന്ന പ്രധാന പാത, ആ പ്രധാന പാതയ്ക്ക് ആപൽക്കരമായൊരു സാഹചര്യമുണ്ടാകും. ഇതേപോലെ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം അറേബ്യൻ രാജ്യങ്ങൾക്കകത്ത് മുഴുവൻ തന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് പരമാധികാര രാഷ്ട്രങ്ങൾ വേണം എന്നുള്ള കാഴ്ചപ്പാട്, സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള ഇച്ഛ വലിയ രീതിയിൽ ഉയർന്നു വന്നു. അത് ബ്രിട്ടീഷ്, ഫ്രഞ്ച് സാമ്രാജ്യത്വ ശക്തികളുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ തിരിഞ്ഞു. അതായത് അവരാരും ഈ ബ്രിട്ടനോ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമോ ഫ്രഞ്ച് സാമ്രാജ്യത്വമോ ഒരു കാരണവശാലും ഈ പ്രദേശങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നുള്ള താല്പര്യത്തിൽ അല്ല ആ വാഗ്ദാനം നൽകിയിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അറബികളുടെയും ജൂതന്മാരുടെയും ആ പ്രദേശത്തുള്ള മറ്റ് ഗോത്രവർഗ്ഗക്കാരുടെയും ഒക്കെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യം പുറത്തു വന്നു. അങ്ങനെ ഫ്രാൻസും UK-യും യുണൈറ്റഡ് കിങ്ഡവും ആ പ്രദേശത്തെ കസ്റ്റഡിയിൽ വയ്ക്കുന്നതിനും കോളനികളായി ഭരിക്കുന്നതിനും പ്രൊട്ടക്ടറേറ്റുകളാക്കുന്നതിനും തീരുമാനിക്കുകയും സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകൾ നൽകാമെന്ന വാഗ്ദാനം ഉപേക്ഷിക്കുകയും ചെയ്തു. സ്വാഭാവികമായി അറബ് വംശജർ ബ്രിട്ടീഷ് താല്പര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തു വരുന്നു, ആ പ്രദേശത്ത് നിന്ന് എണ്ണ ഖനനം ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകൾ സബോട്ടാജ് ചെയ്യപ്പെടുന്നു, അട്ടിമറിക്കപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യം വന്നപ്പോഴാണ് നമുക്കവിടെ ഒരു സൈനിക ഔട്ട്പോസ്റ്റായി കൃത്രിമ രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നത്. യഥാർത്ഥത്തിൽ സയനിസ്റ്റുകൾ, മുൻകാല സയനിസ്റ്റുകൾ ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങൾക്കൊരു രാജ്യം വേണം, ഞങ്ങളുടെ മുതലാളിത്ത വളർച്ചയുടെ താല്പര്യം, ഞങ്ങൾക്ക് സ്വന്തമായി സംരക്ഷിതമായി ജീവിക്കാവുന്ന ഒരു രാജ്യം എന്ന രീതിയിലായിരുന്നു. അത് ആഫ്രിക്കയിൽ വേണമെങ്കിലും ആവാമെന്നതായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് മാറി കൂടുതൽ അത് മതപരിവേഷത്തോടു കൂടി പാലസ്തീനിനകത്ത് ജെറുസലേമിനെ ചുറ്റി ഒരു വിശുദ്ധ രാജ്യം എന്ന കാഴ്ചപ്പാടിലേക്ക് വരും. വളരെ വിരുദ്ധമായ, പരസ്പര വിരുദ്ധമായ കാര്യമാണിത്. ഞങ്ങൾക്ക് പീഡനങ്ങളിൽ നിന്നും പോഗ്രോമുകളിൽ നിന്നും രക്ഷ നേടുന്ന ഒരു ആധുനിക റിപ്പബ്ലിക്കായി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണമെന്ന് ചിന്തിക്കുന്ന സ്ഥലത്ത് നിന്ന് അതുപോയി ഒരു വിശുദ്ധ രാജ്യം, ഞങ്ങൾക്ക് വാഗ്ദത്തപ്പെട്ട ഭൂമി എന്ന രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് പഴയ നിയമത്തിൽ നിന്ന്, ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്ന്, അഥവാ ജൂതന്മാരുടെ തോറയിൽ നിന്ന് കുഴിച്ചെടുത്ത ആശയങ്ങളുമായി മിക്സ് ചെയ്ത, അതുമായി സംയോജിപ്പിച്ച വളരെ വിഷശക്തിയുള്ള, വിഷലിപ്തമായ ഒരു ആശയമായി ഈ മതരാഷ്ട്ര സങ്കല്പത്തെ ഒരു ആധുനിക സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ആയുധമായി പുനരവതരിപ്പിക്കപ്പെടുന്നു. അത് പുനരവതരിപ്പിക്കപ്പെടുന്നത് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ സയനിസ്റ്റ് പ്രസ്ഥാനം എല്ലാ വീടുകളിലും ഒരു ചെപ്പ് കൊടുത്ത് അതിൽ പൈസ നിക്ഷേപിക്കാൻ പറയുകയാണ്. ആ പൈസ നിക്ഷേപിക്കുന്നത് സ്വാംശീകരിച്ചുകൊണ്ട് യൂറോപ്പിൻ്റെ, കിഴക്കൻ യൂറോപ്പിൽ നിന്ന് പ്രത്യേകമായും യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും ജർമ്മനിയിൽ നിന്നും എല്ലാം തന്നെ കുടിയേറാൻ താല്പര്യമുള്ളവർക്ക് ആ ധനം സമാഹരിച്ച് നൽകുമെന്നും ആ ധനം സമാഹരിച്ച് അങ്ങനെ അതുവഴി അവിടെ നിന്ന് കപ്പലുകളിൽ പലസ്തീനിൽ വന്ന് കാശ് കൊടുത്തോ സാമധാന ഭേദദണ്ഡാദികൾ ഉപയോഗിച്ച് കാശ് കൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ കയ്യേറിയോ ഒക്കെ ഭൂമി കൈവശപ്പെടുത്തി ഒരു പുതിയ കോളനികൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നു. ഒരിക്കലും ഈ അടുപ്പിൻ്റെ അടുത്ത് അമ്മമാർക്ക് കാശ് ഇടുന്നതിന് വേണ്ടി വെച്ച ചെപ്പിലൂടെയല്ല ഇതിന് കാശ് സമ്പാദിച്ചത്. അതൊരു വെറും നിമിത്തമായിരുന്നു എല്ലാവർക്കും അറിയാം. ബാങ്കിങ് രംഗത്തും മറ്റും വ്യാപാര രംഗത്തും മറ്റും കാലൂന്നി നിന്നിരുന്ന ഭീമന്മാരായ റോത്ത്ചൈൽഡ് പോലെയുള്ള വലിയ സമ്പന്ന ഭീമന്മാരുടെ സമ്പത്തായിരുന്നു വന്നിരുന്നത്. ചെപ്പിൽ കൂടി വന്ന പണം അതിന് ഈ ഒരു മാംസക്കറിയിലെ കുരുമുളകിൻ്റെ ഫ്ലേവർ പോലെയുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന സമ്പാദ്യമുണ്ടായിരുന്നത് മുഴുവൻ തന്നെ ഇത്തരത്തിൽ ക്യാപിറ്റലിസ്റ്റ് ശക്തികൾ സമാഹരിച്ചതും സാമ്രാജ്യത്വ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളും ധനസഹായങ്ങളും അടക്കമുള്ളതുമായിരുന്നു. അങ്ങനെ വന്ന് ആകെ 55,000 പേര് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന്, സെമറ്റിക് ജൂതന്മാരുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന്, സെമറ്റിക് ജൂതന്മാർ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ജെറുസലേമിലും പലസ്തീനകത്തും അറബികളോടൊപ്പം തന്നെ ജീവിച്ചിരുന്നവരാണ്. അതിൻ്റെ കൂടെ പിന്നെ നാം കാണുന്നത് യൂറോപ്പിൽ നിന്ന് വെളുത്തു തൊലിയുമായി വരുന്ന വെള്ള ജൂതന്മാരെയാണ്. അവർക്ക് സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം
ഏഷ്യയിൽ നിന്നുള്ള ജൂതന്മാരെ വിളിച്ചുകൊണ്ടുപോകുന്നതാണ്, ആഫ്രിക്കയിൽ നിന്നുള്ള ജൂതന്മാരെ വിളിച്ചുകൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഇന്ന് സെമറ്റിക് ജൂതന്മാർ, യൂറോപ്പിലെ വെള്ള ജൂതന്മാർ, ഏഷ്യയിൽ നിന്നുള്ള ജൂതന്മാർ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കറുത്ത ജൂതന്മാർ, അതുപോലെ ഗോത്രവർഗ്ഗങ്ങളായി പല രാജ്യങ്ങളിൽ നിന്നും ദത്തെടുക്കപ്പെട്ട് ജൂതമതത്തിലേക്ക് കാണാതായ ഗോത്രങ്ങളാണെന്ന് ഉള്ള പേരിൽ ദത്തെടുക്കപ്പെട്ടവർ, ഇങ്ങനെ ഒരു വലിയ വംശത്തെ തന്നെ വല്ല വർണ്ണരാജി പോലെ കുടിയേറ്റക്കാരുടേതായ ഒരു വലിയ വംശത്തെ തന്നെ എന്തു ചെയ്തിരിക്കുന്നു, ജൂതരാഷ്ട്രത്തിൻ്റെ അഥവാ സയണിസത്തിൻ്റെ ലേബലൊട്ടിച്ചുകൊണ്ട് പൊതുവായ ഒരു കൂട്ടായ്മയാക്കി മാറ്റി, ഒരു കൃത്രിമ രാഷ്ട്രമാക്കി മാറ്റി, പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്രസംഘടനയുടെ മാപ്പിനെ വരെ അവഗണിച്ച് പലസ്തീനികൾക്ക് അനുവദിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിനകത്തും മറ്റും ഗലീലി പ്രദേശത്തും എല്ലാ സ്ഥലങ്ങളിലും അറബികളുടെ സ്വത്ത് അപഹരിച്ച് കൃത്രിമവും നിയമവിരുദ്ധവുമായ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രവണത ഉണ്ടായിരിക്കുന്നു. ഇത് ഐസ്ബർഗ് ഉണ്ടാകുന്നത് പോലുള്ള, അല്ലെങ്കിൽ അതുപോലെ വലിയ ശകലങ്ങൾ ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ഭീഷണമായ രൂപങ്ങളുടേതുപോലെ മലഞ്ചെരുവുകളിൽ, മഞ്ഞുള്ള മലഞ്ചെരുവുകളിൽ ഉണ്ടാകുന്ന സ്നോബോൾ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ, ചെറിയ കല്ല് മഞ്ഞ് പെയ്ത് കിടക്കുന്ന മലഞ്ചെരുവിലൂടെ ഉരുണ്ടു പോകുമ്പോൾ മഞ്ഞ് അതിൽ ചുറ്റിപ്പിടിച്ച് അതൊരു വലിയ ഗോളമായിത്തീരുന്നു. അതൊരു വലിയ വില്ലേജിൽ വന്നിടിക്കുകയാണെങ്കിൽ വീടുകളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അതും ചെതറി അവസാനിച്ചു പോകുന്നു എന്ന് പറയുന്ന പോലുള്ള സ്ഥിതിയായിരിക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കുന്നത് ഈ 1830കളിൽ ഐക്യപ്പെട്ട് തുർക്കി സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് സ്വന്തം രാഷ്ട്ര സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ച ജൂതരും അറബികളും ദ്രൂസ് ജനവിഭാഗങ്ങളും ഒക്കെ അടക്കമുള്ള ഒരു ഐക്യത്തിൻ്റെ സ്ഥാനത്ത് സാമ്രാജ്യത്വത്തിൻ്റെ പുതിയ ഇന്ധന വ്യവസ്ഥയുടെ ഭാഗമായി സാമ്രാജ്യത്വത്തിൻ്റെ ഓയിൽ പര്യവേക്ഷണ താല്പര്യവും ആ പ്രദേശത്തു കൂടി എണ്ണ കൊണ്ടുപോകുന്നതിനുള്ള പൈപ്പ് ലൈനും അതുപോലെ തുറമുഖങ്ങളും നാവിക ഗതാഗതവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു കൃത്രിമ രാഷ്ട്രം, മിലിറ്ററി രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവണതയുടെ ഭാഗമായി സയണിസ്റ്റ് ആശയത്തെ സാമ്രാജ്യത്വം ലയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അതാണ് ഇന്ന് ഇസ്രായേലിനെ പറ്റി പേർത്തും കരയാനും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എത്രായിരം ആളുകളെ കൊല്ലുന്നതിനും ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറയാനും ജോ ബൈഡനും കൂട്ടർക്കും ഊർജം നൽകിയ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു അപഭ്രംശം.